പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെയൊക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇഞ്ചിക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഞാനിവിടെ അല്പം മധുരമൊക്കെ ഉള്ള ഒരു ഇഞ്ചിക്കറിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ. അതിനായിട്ടൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ച ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനൊരു 6 കഷ്ണം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ നീരൊക്കെ ഒന്ന് പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ഇതൊന്ന് വറുത്തെടുക്കാനായിട്ട് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇഞ്ചി ഒന്ന് വറുത്ത് കിട്ടും. നീരെപ്പാടെ ഇടുമ്പോൾ നമുക്ക് കുറേ സമയം എടുത്ത് വറുക്കേണ്ടി വരും. പെട്ടെന്നൊന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതാ ഇഞ്ചിയുടെ നീരൊക്കെ ഒന്ന് പിഴിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്നതാണ് കേട്ടോ കാണിച്ചത്. ഇനി നമുക്ക് ഇതൊന്നൊരു നല്ല ഗോൾഡൻ കളറാവുന്നത് വരെ വറുത്തെടുക്കണം. അപ്പോൾ അതാ ഇഞ്ചിയൊക്കെ നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. എന്നിട്ട് കുറച്ച് സമയം കൂടി ഞാനിതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്, പെട്ടെന്ന് കരിഞ്ഞു പോകാതിരിക്കാൻ. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ചൂടാറാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഇതാ ഇഞ്ചിയൊക്കെ വറുത്തെടുത്തതൊക്കെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ ഇഞ്ചിയൊക്കെ നല്ലതുപോലെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ ഇഞ്ചി വറുത്തെടുത്ത അതേ പാത്രത്തിൽ തന്നെയാണ് ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നത്. അതിനായിട്ട് പാത്രത്തിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള കടുകും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 2 പച്ചമുളക് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് ഞാൻ അടുപ്പൊന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഈ പൊടികളുടെ പച്ചമണം മാറുന്നതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 1 നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി പിഴിഞ്ഞതാണ്. അപ്പം അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ സമയത്ത് നമ്മൾ നേരത്തെ പിഴിഞ്ഞു വെച്ച ഇഞ്ചിയുടെ നീരും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി മധുരത്തിന് ആവശ്യമായ അല്പം ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ഇഞ്ചിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് ചാറൊക്കെ ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. അപ്പോൾ ആ ഇഞ്ചിക്കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇഞ്ചിക്കറി കഴിക്കാനായിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ഒന്ന് മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.